അതേന്നെ, ഇവിടുന്ന് എന്തെടുത്താലും വെറും 350 ഇല്ലൂ. ഇത് എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മൾ അല്ലയിലെ ബെറാറി ഔട്ട്ലെറ്റിലാന്ന്. ഷോപ്പിന്റെ പേരെന്താണെന്നറിയോ? വൺസോൺ എന്നാണ്. ഇത് ഞാനിപ്പോൾ അടുത്താണ് അറിഞ്ഞത്. ഇതെന്തെന്ന് അറിയാമോ? ലേറ്റ് അതിനെ അറിയാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലം അതുപോലത്തെ സ്ഥലമാണ്. ഒരാളും ഇതൊന്നും ഇല്ലാത്ത അറബികളെ വീടിൻ്റെ ഏരിയ ആണ്. പിന്നെ ഇത് ഒമാൻ്റെ അടുത്താണ് ഇത് വരുന്നത്. കണ്ടില്ലേ, ഫുള്ള് കാലി സ്ഥലമായിട്ട്. നമ്മൾ ഇടത്തേക്ക് പോയത് നല്ല നട്ടുച്ച വെയിലിനാന്ന്. നമ്മൾ ബസ്സിലാണ് വന്നിന്. ഏകദേശം ഒരു 50 മിനിറ്റോളം ഉണ്ട് കേട്ടോ ബസ്സിൽ ഇടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ്. അറബികളേലും മാളോന്ന് തോന്നും. അങ്ങനെ അധികം ആൾക്കാരും ഒന്നുമില്ല. നല്ല ബ്രാൻഡ് ഐറ്റംസ് അങ്ങനത്തെയോ ഇല്ല ഇവിടെ. അതുകൂടാതെ തന്നെ നല്ല വലിയ മാളൊന്നുമല്ല, സാധാ ഒരു നോർമൽ അത്രേ ഇല്ലു മാള്. അങ്ങനെ കുറേ തട്ടും കാര്യങ്ങളൊന്നുമില്ല. ഗെയിമിൻ്റെ സെക്ഷനും കാര്യങ്ങളും ഫുഡ് കോർട്ടൊക്കെ കുറവാണ്. കൂടുതലായിട്ടും ബ്രാൻഡ് സാധനത്തിൻ്റെ ഓരോരോ ഔട്ട്ലെറ്റ്സും കാര്യങ്ങളും ഇല്ല ഇവിടെ. ഇവിടെ കാരിഫോറിന് പകരം ലുലുവാണ് കേട്ടോ. നമ്മളെ ഈ വൺസൂൺ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പം നേരെ മാടത്തേക്കാണ് പോകുന്നത്. നേരെ എസ്കലേറ്റർ കഴിഞ്ഞ പാട് ലെഫ്റ്റിലേക്ക് നടന്നാൽ നമ്മളെ ഷോപ്പ് എത്തിയിട്ടാ. ഇതാണ് കേട്ടോ നമ്മളെ വൺസോൺ. ഇവിടെ ഇല്ലേ ഏതെടുത്താലും 3 ദിർഹംസ് എന്ന് പറഞ്ഞുകൊണ്ടില്ലേ ഭയങ്കര ക്യൂരിയോസിറ്റിയിലും കൂടിയായിട്ടാ പോകുന്നത്. ഇവിടെ ഫസ്റ്റ് ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടപാട് ഭയങ്കര ഒരു എന്ത് പറയല്, ഇങ്ങനെ എന്തെല്ലോ എന്ന് തോന്നി. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫാൻസി ആയിക്കോട്ടെ, ഗിഫ്റ്റ് ഐറ്റംസ് ആയിക്കോട്ടെ, പാത്രം, അങ്ങനത്തെ എല്ലാ രീതിയിലും ഐറ്റംസും ഉണ്ട്. ഏതെടുത്താലും 3 ദിർഹംസാണ്. 3 ദിർഹംസ് അല്ല, 350 ആണ്. ഇതാ നോക്കിയ ഈ കാണുന്ന ഹെയർ ബെൻസിലെല്ലാം 350 ആണ്. ഒരു പീസിനാട്ടോ 350 വരുന്നത്. പിന്നെ കണ്ടില്ലേ ഈ കൂളിംഗ് ഗ്ലാസ്സിനൊക്കെ 350. അല്ലാക്കറിയത് നല്ല തന്നെയാണ്. കൂളിംഗ് ഗ്ലാസ് മാത്രമല്ല, ഈ അത്തറ്, പെർഫ്യൂം ചെറിയ ചെറിയ അതിന് വരെ 350. കാര്യം ഉണ്ടായി 350ക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട്. ഞാനതുകൊണ്ട് ഇതൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നെ ഇത് സൂപ്പറാട്ടാ. ഈ ഫ്ലവർ വേസൊക്കെ വെറും 350 നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ടും. ചെറിയ നല്ല കണക്കായ സൈസ്. പിന്നെ ഗിഫ്റ്റിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആളെ പറ്റിക്കാൻ കൊടുക്കല് ഗിഫ്റ്റ്, അങ്ങനെ പറ്റിയ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. പിന്നെ കുറേ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ കണ്ടിന്. ഞാൻ പിന്നെ ആ ഭാഗത്തേ നോക്കിയിട്ടാ. ഈ 350 സാധനം വാങ്ങിച്ചിട്ട് വെറുതെ എന്തിനു മുഖവും ഇതൊക്കെ കളയുന്നത്. ഞാനതുകൊണ്ട് അത് നോക്കിയിട്ടും കൂടിയില്ല. എല്ലാം ഉണ്ട്, ഐലൈനറും പൗഡറും അങ്ങനത്തെ എന്തൊക്കെയോ കണ്ടിന്. ഞാൻ ഫുള്ളായിട്ടൊന്നും നോക്കിയിട്ടില്ല. പിന്നെ കീ ചെയിൻ, അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഇതൊക്കെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് വേണ്ടി നല്ല യൂസ്ഫുള്ളൊക്കെ. അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ചെറിയ പൈസക്ക് നമുക്ക് വാങ്ങാൻ പറ്റിയ. പിന്നെ ഇല്ലേ ഈ പാത്രങ്ങളൊക്കെ ദൂരത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും നല്ല അടിപൊളിയാണ്. പക്ഷെ എന്താ അടുത്തെത്തുമ്പോൾ ഒന്നും എനിക്ക് വാങ്ങാൻ തോന്നിയിട്ടില്ല കേട്ടോ. ദൂരത്തുനിന്ന് 350 അടിപൊളിയാന്നല്ല എന്നിട്ട് പോയതാണ്. പക്ഷെ അടുത്തെത്തുമ്പോൾ ഒന്നും വാങ്ങാൻ പറ്റിയിട്ട. പിന്നെ ഒരുപാട് ടൈപ്പ് ചീർപ്പ്, പിന്നെ ചെറിയ യൂസിന് വേണ്ടിയിട്ടുള്ള മിററൊക്കെ ഉണ്ടായിനി. നാട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല കേട്ടോ. നാട്ടിലെത്തുമ്പോഴേക്ക് ഇതൊക്കെ പൊടിഞ്ഞു പോകും. പക്ഷെ നമുക്ക് വീടിന്നൊക്കെ കുറച്ച് കാലം യൂസാക്കാൻ പറ്റിയ നല്ല മിററും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. പിന്നെ ഇതുപോലത്തെ കുറേ ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ് ഉണ്ടായി. നല്ല ക്യാൻഡിൽസ്, ഇതൊക്കെ ഫിലിപ്പീൻസൊക്കെ ഒക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇതൊക്കെ സൂപ്പറാട്ടാ. 3 ദിർഹംസിന് നല്ല രസം ഉണ്ടായിനി ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിനി അവിടെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ. പിന്നെ ഇതുപോലത്തെ ക്യാൻഡിൽസും. ശരിക്കും ഇതൊക്കെ ആ ഫിലിപ്പീൻസ് ഇവർക്കായിരിക്കും കൂടുതലായിട്ട് യൂസ്ഫുള്ളാകുന്നത്. കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാണുമ്പോൾ വാങ്ങിക്കണം എന്നെല്ലാം ഉണ്ടായിനി. പിന്നെ വാങ്ങിച്ചിട്ട് എന്താക്കാൻ, ഉപകാരമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. പലതരം മിനി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിന്. പിന്നെ നമ്മളെ നെയില് അതൊക്കെ ഉണ്ടായിന്. പക്ഷെ ഇതൊക്കെ വേഗം പോവുമായിരിക്കും, ഇത്ര ചെറിയ പൈസേൻ്റെ സാധനമല്ലേ. ക്ലിപ്പ്, ഹെയറിന് വേണ്ടിയിട്ടെല്ലാം. പിന്നെ നെയിൽ കട്ടർ വരെ ഉണ്ടായിന്. അതൊന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇതുപോലത്തെ സെറാമിക്കിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ അടിപൊളിയാട്ടാ വാങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടുന്ന് യൂസാക്കാം. നാട്ടിൽ കൊണ്ടുപോയാൽ ശരിയാണെന്ന് തോന്നുന്നില്ല. ഇന്ന് മിക്ക സാധനം നമുക്ക് ഇവിടുന്ന് യൂസാക്കാൻ പറ്റിയ ഐറ്റംസാണ് ഉണ്ടായത്. ഈ പേഴ്സും കാര്യങ്ങളൊക്കെ ഒറ്റ യൂസിന് പോകുന്നു തോന്നുന്നു. പിന്നെ കുറേ ഷാളൊക്കെ പറഞ്ഞാൽ നമ്മളെ സാധാ യൂസാക്കുന്ന ഷാളിൻ്റെ പകുതിയില്ല സൈസ്. നമുക്ക് പറ്റിയ ടൈപ്പല്ല.
പിന്നെ സ്കൂൾ ഐറ്റംസ് ഉണ്ടായിനി, കുറേ പെൻസില്, മറ്റേ ബോക്സ്, അങ്ങനെ സ്റ്റാൻഡ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിനി. ബുക്ക് വരെ ഉണ്ടായിനി. ഒക്കെ ഇവിടെ നല്ല സൂപ്പറായിട്ട് യൂസ് ആക്കാം. പിന്നെ ഇങ്ങനത്തെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടായിനി. ചിലത് നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ ചിലത് തീരെ ക്വാളിറ്റി ഇല്ല. അങ്ങനെയായിട്ടാണ് ഉണ്ടായത്. ഇതാ ഈ കാണുന്ന ഏത് സാധനം എടുത്താലും 350. അത്യാവശ്യം നല്ല വലിപ്പമില്ല ഷോപ്പ് തന്നെയാണ്. ഇവിടെ ഫസ്റ്റായിട്ട് വരുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ സുഖമായി യൂസ് ആക്കാൻ പറ്റും. ബുക്സ് വരെ വെറും 3 dirhams ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ്സൊക്കെ ഉണ്ടായിനി. കാണുമ്പോൾ ഇതൊക്കെ വാങ്ങുന്നുണ്ടായിനി. പിന്നെ വിചാരിച്ച് ഇതൊക്കെ വാങ്ങിച്ചിട്ട് എവിടെ വെക്കാനാ, റൂമിലെനിക്ക് സ്ഥലമില്ല, പിന്നെ യൂസ് ആക്കുന്നില്ലല്ല. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതാ ഇതിനേക്കാൾ ചെറുതുണ്ട്, ഇപ്പം കാണിച്ചു തരാം. ഇതൊക്കെ ഇത് നല്ല അടിപൊളിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പഠിച്ചോൻ ഇപ്പം വീട്ടയിനി വീണേതാ പിന്നെ പൈസ കൊടുക്കണം. ചെറിയ ഗ്ലാസ്സിൽ എന്ത് കുടിക്കല്. ഇതാ അതിന് മുകളിൽ അതിനേക്കാൾ ചെറിയ ഐറ്റംസ് ഉണ്ട്. ഇത്രയും പൊടി സാധനത്തിൽ എന്താണ് കുടിക്കൽ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കുറേ ഇതുപോലത്തെ ഫാൻസി ഐറ്റംസ് ഉണ്ടായിനി. കല്ലിലെ ബ്രേസ്ലെറ്റ്, പിന്നെ അടിപൊളി കമ്മലൊക്കെ ഉണ്ടായിനി. പിന്നെ ഹെവി ആയിട്ടില്ലെന്നല്ല, എല്ലാം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങാൻ കഴിഞ്ഞിട്ട. മോക്ക് കുറച്ച് എന്തൊക്കെയോ അല്ലറ ചില്ലറ ഐറ്റംസ് ഇങ്ങനെ വാങ്ങാൻ പേടിയാ. അതൊന്നും വാങ്ങിച്ചിട്ട് ഇങ്ങനെ സാധാ ചെറിയ യൂസേജിനെ പറ്റും, നാട്ടിൽ കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും വാങ്ങാൻ നിന്നിട്ടില്ല. പിന്നെ സ്ഥലം എങ്ങനെയാ അപ്പം അധികമൊന്നും അവിടെ നിന്നിട്ടില്ല. പെട്ടെന്ന് നമ്മ തിരിച്ചു പോയിനി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇല്ലൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ഇട്ടോന്നേ. അങ്ങനെയെങ്കിലും കമൻറ്റ് ബോക്സ് ഒന്ന് അനങ്ങട്ടെ. അപ്പോൾ ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.